Module 3, Microwave Measurements. Measurement of impedance. So we know impedance is a complex quantity. So while measuring impedance, we have to measure both the amplitude and phase. So the commonly used impedance measurement techniques in microwaves are using magic T, we can measure impedance, then using slotted line. Another method is using reflectometer. First one, measurement of impedance using slotted line. So you will be familiar with slotted line waveguide. Slotted line waveguides are mainly used to measure VSWR of a standing wave pattern. So ഒരു slotted line waveguide നോർമലി സ്റ്റാൻഡിങ് വേവ്സ് ആണ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റാൻഡിങ് വേവ് മീൻസ് ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ജോയിൻ ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡിങ് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റാൻഡിങ് വേവ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് സ്ലോട്ടഡ് ലൈൻ വേവ് ഗൈഡ്സ് യൂസ് ചെയ്യുക. സോ ഇവിടെ ഇംപെഡൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ലോട്ടഡ് ലൈൻ വേവ് ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റപ്പിൽ സ്ലോട്ടഡ് ലൈനിലേക്ക് ഒരു അൺനോൺ ലോഡാണ് കണക്ട് ചെയ്യുന്നത്. അൺനോൺ ലോഡ് മീൻസ് നമുക്ക് ഇംപെഡൻസ് മെഷർ ചെയ്യേണ്ടത് ഏതിൻ്റെയാണോ ഇംപെഡൻസ് മെഷർ ചെയ്യേണ്ടത് ആ ഒരു ലോഡ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നലാണ് നമ്മൾ സ്ലോട്ടഡ് ലൈനിലേക്ക് കണക്ട് ചെയ്യുക. സെക്കൻഡ് സെറ്റപ്പിൽ ദാറ്റ് അൺനോൺ ലോഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ എ ഷോർട്ട് ടെർമിനൽ. ഒരു ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡ് സെറ്റപ്പിൽ നമ്മളൊരു ഷോർട്ട് കണക്ട് ചെയ്യും സ്ലോട്ടഡ് ലൈൻ എൻഡിലേക്ക്. സോ ഇതാണ് ഇംപെഡൻസ് മെഷർമെൻറ്റിന് വേണ്ടിയുള്ള മെയിൻലി മെയിൻ രണ്ട് സെറ്റപ്പ്. ദെൻ എങ്ങനെയാണ് നമ്മളിതിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നാണ് നോക്കുന്നത്. സോ ഈ ഒരു സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇംപെഡൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഫേസ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോട്ടഡ് ലൈൻ വേവ് ഗൈഡാണ്. അൺനോൺ ലോഡ് കണക്ട് ചെയ്തു. സോ സ്റ്റാൻഡിങ് വേവ്സ് ജനറേറ്റ് ചെയ്യും. സ്റ്റാൻഡിങ് വേവ്സ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും VSWR കാൽക്കുലേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മീൻസ് മെഷർ ദ ലോഡ് VSWR. സോ വൺസ് VSWR കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ρL. ദാറ്റ് ഈസ് S is equal to 1 plus ρL divided by 1 minus ρL. Then we have to measure the distance between two successive voltage minimum. വോൾട്ടേജ് മിനിമം വരുന്ന ഡിസ്റ്റൻസ് അടുത്തടുത്ത വോൾട്ടേജ് മിനിമം വരുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഡി മിനിമം എന്ന് പറയുന്നത്. സക്സസീവ് വോൾട്ടേജ് മിനിമം വരുന്ന ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ലാംഡ ജി ഇസ് ഈക്വൽ ടു 2D മിനിമം. സോ വൺസ് ലാംഡ ജി കിട്ടിക്കഴിഞ്ഞാൽ ഫേസ് കോൺസ്റ്റൻറ്റ് ബീറ്റ ഇസ് ഈക്വൽ ടു 2π/λg. Third step is measure the distance d minima of the first voltage minimum from the load end towards the generator. ഫസ്റ്റ് വോൾട്ടേജ് മിനിമം കിട്ടുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആ ഒരു ഫസ്റ്റ് വോൾട്ടേജ് മിനിമം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലോഡ് എൻഡിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നുണ്ടാവും. സോ ആ ഔട്ട്പുട്ട് വേവ് ഫോമാണ് റെഫറൻസ് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് the D minimum can be measured by observing the first minimum from this shifted reference plane. Next, phase angle calculate ചെയ്യാം. ഞാൻ പറഞ്ഞു സ്ലോട്ടഡ് ലൈൻ വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്യാം, ഫേസ് ആംഗിളും കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഫേസ് ആംഗിൾ φL is equal to 2βD minimum minus pi. And gamma L reflection coefficient, complex reflection coefficient gamma L is equal to ρL into e raised to j phi L. So gamma L reflection coefficient കിട്ടിക്കഴിഞ്ഞാൽ the unknown impedance ZL is equal to Z0 into 1 plus gamma L divided by 1 minus gamma L. So ഈ ഒരു ഫിഗർ നമ്മൾ ആദ്യമേ പറഞ്ഞ സെറ്റപ്പ് 1ഉം സെറ്റപ്പ് 2ഉം വെച്ചിട്ട് ഉള്ള ഫിഗറാണ്. ഔട്ട്പുട്ട് വേവ് ഫോമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് കപ്പാസിറ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ എന്നറിയാൻ നമുക്ക് ഈ ഒരു വേവ് ഫോമിൽ നിന്നും ഏത് സൈഡിലേക്കാണ് ഷിഫ്റ്റ് വരുന്നതെന്ന് നോക്കിയിട്ട്, മീൻസ് ലാഗാണോ ലീഡാണോ എന്ന് നോക്കിയിട്ട് കപ്പാസിറ്റീവ് ടൈപ്പ് ആണോ ഇൻഡക്റ്റീവ് ടൈപ്പ് ആണോ എന്ന്
കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇഫ് ദ മിനിമം ഈസ് ഷിഫ്റ്റഡ് ടു ദി ലെഫ്റ്റിലേക്കാണ് വി മിനിമം വോൾട്ടേജ് മിനിമം ഷിഫ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇംപെഡൻസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആയിരിക്കും. ഇഫ് ദ വോൾട്ടേജ് മിനിമം ഷിഫ്റ്റഡ് ടു ദ റൈറ്റിലേക്കാണ് വോൾട്ടേജ് മിനിമം ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദറ്റ് ഇംപെഡൻസ് ഇസ് എ കപ്പാസിറ്റീവ് ടൈപ്പ്. Second method, measurement of impedance using reflectometer. So reflectometer ആ ഒരു ഡിവൈസിൽ നിന്നും നമുക്ക് ഡയറക്റ്റ്ലി ഇംപെഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. മീൻസ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് റിഫ്ലക്ടോമീറ്ററിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. വെറസ് സ്ലോട്ടഡ് ലൈൻ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും കിട്ടും, ഫേസും കിട്ടും. സോ റിഫ്ലക്ടോമീറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടി 2 ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്യുന്നത് പവർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പവർ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്യുക. സോ ഡയറക്ഷണൽ കപ്ലർ ഫോർവേഡ് പാത്തിലും റിഫ്ലക്റ്റഡ് പാത്തിലും നമ്മൾ പ്ലേസ് ചെയ്യും. മീൻസ് ഇൻസിഡൻറ്റ് പവറിനെ സാമ്പിൾ ചെയ്യാനും അതേപോലെ ലോഡിൻ്റെ നിന്നുള്ള റിഫ്ലക്റ്റഡ് പവറിനെ സാമ്പിൾ ചെയ്യാനും വേണ്ടിയും 2 ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്യുന്നുണ്ടാകും. ആൻഡ് ആ ഒരു റിഫ്ലക്ടോമീറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് റീഡിങ് കിട്ടും. റോ ഇസ് ഈക്വൽ ടു √PR/PI. PR എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് പവറാണ്. PI എന്ന് പറയുന്നത് സോഴ്സിൽ നിന്നും വരുന്ന ഇൻസിഡൻറ്റ് പവറാണ്. സോ ഈ ഒരു ഡയറക്ഷണൽ കപ്ലർ വെച്ചിട്ട് ഡിറ്റക്ടർ വഴിയാണ് റിഫ്ലക്ടോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ദെൻ വൺസ് ഈ ഒരു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് VSWRും കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ അൺനോൺ ഇംപെഡൻസും കാൽക്കുലേറ്റ് ചെയ്യാം. VSWR is equal to 1 plus rho divided by 1 minus rho, whereas reflection coefficient rho is equal to ZL minus Z0 divided by ZL plus Z0. Z0 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ്. ZL എന്ന് പറയുന്നത് അൺനോൺ ഇംപെഡൻസ്. ദെൻ ദ തേർഡ് മെത്തേഡ് യൂസിങ് മാജിക് ടീ വെച്ചിട്ടും നമുക്കിതേപോലെ ഇംപെഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. മാജിക് ടീയിലെ മെട്രിക്സ് വെച്ചിട്ടാണ് 1/√2A3, 1/√2A3 ρ2 എന്നെല്ലാം എഴുതിയിട്ടുള്ളത്. സോ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മോഡ്യൂൾ 4 പറയുമ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും.